ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. നീ വരുമോ രക്ഷ നേടിടാ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേടിടാ യേശുവിൻ സന്നിധിയിൽ? ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. കുലുങ്ങിടും, ആരോ പിളർന്നിടും, മാമലകളെല്ലാം തകർന്നിടും. ഭൂമി കുലുങ്ങിടും, ആരോ പിളർന്നിടും, മാമലകളെല്ലാം തകർന്നിടും. അമ്പര ചുംബികൾ, വീടുകൾ, മേടുകൾ എല്ലാം തകർന്നു പതിക്കും. അമ്പര ചുംബികൾ, വീടുകൾ, മേടുകൾ എല്ലാം തകർന്നു പതിക്കും. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂവിൽ നിറഞ്ഞിടും. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂവിൽ നിറഞ്ഞിടും. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോക്ഷം തരില്ല സത്യം. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോക്ഷം തരില്ല സത്യം. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. നീ വരുമോ രക്ഷ നേടിടാ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേടിടാ യേശുവിൻ സന്നിധിയിൽ? ചൂളപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. വിരൂപിയായ മാതാവിനെ നോക്കിക്കൊണ്ട് ആ കൊച്ചു പെൺകുട്ടി പലപ്പോഴും പറയും, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. ആ മാതാവിന്റെ ഹൃദയം അത് കേട്ട് പലപ്പോഴും തകർന്നു പോകാറുണ്ട്. എന്റെ സ്വന്തം മകൾ എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാതെ എന്നെ കേവലം ഒരു വേലക്കാരിയായി തന്റെ കൂട്ടുകാരുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് കണ്ട് തകർന്ന ആ മാതാവ് ഒരു ദിവസം ആ മകളെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ ഒരു ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ ആ അമ്മ മകളെ കാണിച്ചു. നല്ല മനോഹരയായ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ. ആ മകൾ ആകാംക്ഷയോട് ചോദിച്ചു, അമ്മേ ഇതാരാണ്? ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ, ഇത് എന്റെ ചിത്രമാണ്. പിന്നെ എങ്ങനെയാണ് അമ്മ ഇങ്ങനെയായി തീർന്നത്, ഇത്ര വിരൂപയായി തീർന്നത്? ആ മാതാവ് ആ കഥ പറഞ്ഞു. ഒരു ദിവസം നമ്മുടെ കൊച്ചു കുടിലിന് തീ പിടിച്ചു. ആ സമയത്ത് ആ കുടിലിന്റെ ഉള്ളിൽ ഒരു ശിശുവായി നീ കുടിലിനുള്ളിൽ കിടക്കുകയായിരുന്നു.
നിന്നെ രക്ഷിക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ആ തീയിലേക്ക് ഇറങ്ങുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ആ തീയിലേക്ക് ഇറങ്ങി. നിന്നെ ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. നീ രക്ഷപ്പെട്ടു. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ വിരൂപയായി പോയി. എന്റെ മുഖം വിരൂപമായി തീർന്നു. എന്റെ കയ്യിലും കാലുകളിലും കാണുന്ന പൊള്ളലുകൾ, ഈ തീപ്പൊള്ളലുകളെല്ലാം നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചതാണ്. ഞാൻ നിനക്ക് വേണ്ടി വിരൂപയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ വേറെ യാതൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ അഖിലാണ്ടകാരകനായ ദൈവം, സൃഷ്ടാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ തന്റെ സ്വന്തം ജീവനെ നൽകി. അവന്റെ തലയിലെ മുൾമുടി അടിച്ചു. അവന്റെ മുഖത്തു നിന്ന് രോമം പറിച്ചെടുത്തു. അവന്റെ കൈകളും കാലുകളും ആ മരക്കുരിശോട് ചേർത്തടിച്ചു. അവൻ ആ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഏറ്റവും വിരൂപനായി തീർന്നു. അത് എന്നെ സ്നേഹിച്ച് നിങ്ങളെ സ്നേഹിച്ചായിരുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി വിരൂപനായി തീർന്ന, നമുക്ക് വേണ്ടി തന്നെത്താൻ ജീവനെ നൽകിയ ഒരുവനുണ്ട്. കരുണ വാരുതിയായ ഒരു നല്ല കർത്താവുണ്ട്. സ്തുതിക്ക് യോഗ്യനായ ഒരു നല്ലവനായ യേശുവുണ്ട്. അഖിലാണ്ട സൃഷ്ടാവ് എനിക്ക് വേണ്ടി ജീവനെ നൽകിയനാണ്. പരമസുത എൻ കരുണാനിധി, സ്തുതികൾക്ക് യോഗ്യനാം യേശുവേ, അഖിലാണ്ട സൃഷ്ടാവേ, നീ നിന്റെ ജീവനെ എനിക്ക് വേണ്ടി നൽകിയല്ലോ എന്നുള്ള മനോഹരമായ ഗാനം ഇപ്പോൾ ജോർജ് മഠത്തിൽ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. പരമസുതായൻ കരുണാനിധി, സ്തുതികൾക്കു യോഗ്യനാം യേശുവേ. പരമസുതായൻ കരുണാനിധി, സ്തുതികൾക്കു യോഗ്യനാം യേശുവേ. അങ്ങേയ്ക്കായി കീർത്തനം പാടി, അങ്ങേയ്ക്കായി കീർത്തനം പാടി, ധന്യമായി ജീവിതം എന്നും, ധന്യമായി ജീവിതം. പരമസുതായൻ കരുണാനിധി, സ്തുതികൾക്കു യോഗ്യനാം യേശുവേ. അഖിലാണ്ട സൃഷ്ടാവും ഭൂലോകരാജാവും കർത്താവും നീയേ. അഖിലാണ്ട സൃഷ്ടാവും ഭൂലോകരാജാവും കർത്താവും നീയേ. നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ നിൻ ജീവൻ ക്രൂശിൽ വെടിഞ്ഞു, നിൻ ജീവൻ ക്രൂശിൽ വെടിഞ്ഞു. പരമസുതായൻ കരുണാനിധി, സ്തുതികൾക്കു യോഗ്യനാം യേശുവേ. Thank you.
കാഴ്ചയായ ബധിരനു കേൾവിയായ പാപിക്കുമോ ജഗന്നീയേ അന്ധന് കാഴ്ചയായ ബധിരനു കേൾവിയായ പാപിക്കുമോ ജഗന്നീയേ ദുഃഖിതർക്കാശ്വാസം നൽകുന്ന നാഥ സ്നേഹത്തിൻ വചനം നീയേകി സ്നേഹത്തിൻ വചനം നീയേകി ഗമഗ സരിഗമപ ഗമഗ പവനി സാനിദപ മപ ഗരി സാനിരി സാ സരിഗ ഗഗപ ഗപനി പനി സ സരിഗ ഗഗപ ഗപനി പനി സ സരിഗ ഗഗപ ഗപനി പനി സ ഗരി സ പമ ഗമഗ പമ ഗമഗ ഗരി മഗരി സ സരിഗമ പാനി സനി പനി സ പമ ഗമഗ ഗരി മഗരി സ സരിഗമ പാനി സനി ധരി സ ഗരി സ നിരി സനി പ രി സ നി സരി ധ പ പമ ഗമ ഗരി സനി പനി സ നി സ സ നി സ സ നി സ സ നി സ സ നി ഗരി ഗരി സ നി ഗരി ഗരി സ ഗരി സ നി നി സ ഗരി സ നി നി സ ഗരി സ നി നി സ ഗരി സ പ നി സ പ നി സ പ നി സ പരമസുധായൻ കരുണാനിധി സ്തുതികൾക്കു യോഗ്യനാമേശുവേ പരമസുധായൻ കരുണാനിധി സ്തുതികൾക്കു യോഗ്യനാമേശുവേ അങ്ങേക്കായി കീർത്തനം പാടി അങ്ങേക്കായി കീർത്തനം പാടി ധന്യമായി ജീവിതം എന്നും ധന്യമായി ജീവിതം പരമസുധായൻ കരുണാനിധി സ്തുതികൾക്കു യോഗ്യനാമേശുവേ പരമസുധായൻ കരുണാനിധി സ്തുതികൾക്കു യോഗ്യനാമേശുവേ ഒരിക്കൽ യേശുക്രിസ്തു തന്റെ വാത്സല്യ ശിഷ്യന്മാരെ അക്കരയിലേക്ക് പറഞ്ഞയച്ചു. ആ ശിഷ്യന്മാർ അവർ തങ്ങളുടെ യാത്ര അക്കരയിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കടലിന്റെ നടുവിലെത്തിയപ്പോൾ ഭയങ്കരമായ കാറ്റും